കേരളത്തിന്റെ മനസ്സാക്ഷം മച്ചിൽ 2 പെറ്റിക്കോട്ടുകൾ തൂങ്ങിയാടുന്നുണ്ട്. ചോരയിൽ കുതിർന്ന പെറ്റിക്കോട്ടുകളിൽ നിന്ന് കേരളത്തിന്റെ മുഖത്തേക്ക് ഇപ്പോഴും രക്തത്തുള്ളികൾ ഇറ്റുന്നുണ്ട്. അട്ടപ്പള്ളത്തെ ആ ഒറ്റമുറിയിൽ കാതോർത്താൽ കേൾക്കാം നിരാലംബമായ നിസ്സഹായമായ ആർത്തനാദം. ചീന്തി കഴുക്കോലിൽ കെട്ടിത്തൂക്കിയിട്ട് ഇക്കഴിഞ്ഞ 4 വർഷങ്ങളിൽ ആ വീടിന് മുന്നിൽ മഴ നനഞ്ഞു വെയിലുകൊണ്ട് നീറി നിൽപ്പാണ് ഒരു ചേച്ചിയും അവളുടെ 9-കാരി അനിയത്തിയും. ആ മരണക്കഴുക്കോലിൽ നിന്ന് അവരെ കെട്ടഴിച്ചിറക്കിയപ്പോൾ തുടങ്ങിയ അധമ നീക്കങ്ങളാണ്. SI ചാക്കോ, ഡിവൈഎസ്പി സോജൻ, പ്രോസിക്യൂഷൻ, വിചാരണ കോടതി. കേരളം കണ്ടത് അട്ടിമറികളുടെ ശവഘോഷയാത്ര. കേരളം കണ്ടത് നെറികേടിന്റെ പരമാവധി. അത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പുളിച്ചുനാറിയ വാക്കുകൾ. നീതിപീഠം പക്ഷേ പരമോന്നതമാണ്. ആ കൊടിയ നീതികേടുകൾ കോടതി കണ്ടു. അട്ടർലി ഡിസ്കസ്റ്റിംഗ് എന്ന വാക്കാണ്. പോലീസിന്റെ ആദ്യ അന്വേഷണം അറപ്പുളവാക്കുന്നതാണെന്ന് പറയുന്നു നീതിമാനായ ന്യായാധിപൻ. നീതിയുടെ പുസ്തകമായി നിൽക്കുന്നുണ്ട് 89 പേജിൽ ഒരു വിധിന്യായം. ആ കുട്ടികളുടെ അമ്മയുണ്ട്, വാളയാറിലെ അമ്മയെന്ന് മേൽവിലാസം. ആത്മഹത്യയ്ക്കും കൊലപാതകത്തിനും ഇടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം എന്ന് ചുള്ളിക്കാട് എഴുതിയ മട്ടിലാണ് പോയ വർഷങ്ങളിൽ അവരുടെ ജീവിതം. നീതിയുടെ ആദ്യവാതിൽ തുറന്നല്ലോ ദൈവമേ എന്നൊരു നീണ്ട നെടുവീർപ്പിടുന്നുണ്ട് വാളയാറിലെ അമ്മ. ഇന്ന് അനുഭവിച്ച കൊടിയ വേദനകൾ നീറ്റലിൽ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കുഞ്ഞും അവളുടെ ചേച്ചിയും നമ്മൾ കേൾക്കാതെ പറയുന്നു നീതിപീഠമേ നന്ദി, നീതിപീഠമേ നന്ദി.